ഏകദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം ഉള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാകുന്നല്ലോ. മർത്തമറിയം സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് വരുവാൻ നമ്മെ ദൈവം അനുവദിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും പരിശുദ്ധാത്മാവെ ആദ്യോടന്തം നമ്മോട് കൂടെ ഉണ്ടായിരിക്കണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾ വരുന്നു. ആദ്യോടന്തം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനും നമ്മെ തന്നെ താഴ്ത്തുവാനുമായി ഓപ്പണിംഗ് പ്രയർ നടത്തുവാനായി ബഹുമാനപ്പെട്ട പിന്നെ കുരുവിള അച്ഛനോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നയിക്കും തന്നെ ഞങ്ങളെ ആളുകൂടാതെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ കൂടുവരവനായ ഞങ്ങൾ തിരുസന്നതയിൽ സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിലും പ്രദേശങ്ങളിലുമായിരുന്ന ദൈവമേതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവന് മേലിട്ടുകൊള്ളുവിൻ എന്നറിയിച്ചുള്ള ദാസ. പലവിധമായിട്ടുള്ള ഭാരങ്ങളും കണ്ണുനീരുകളും മറ്റുള്ളവരോട് പറയാൻ വിഷമിക്കുന്ന ഭാരങ്ങളുമേറി അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന നിന്റെ പ്രിയ മക്കളോട് അവിടെ ഇടപെടണമേ. ദൈവം അവർ കണ്ണുനീരുകളെയും പ്രയാസങ്ങളെയും അവിടുന്ന് നോക്കണമേ. നീ കാണുന്നുള്ള ബോധ്യത്തിൽ ദൈവം ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ സഭയെ ഓർക്കുന്നു, യുവതരാസനത്തെ സമർപ്പിക്കുന്നു. ദൈവം MMBF പ്രസ്ഥാനത്തെ മുഴുവനായി സമർപ്പിക്കുന്നു. ലീഡർഷിപ്പിൽ ഉള്ളവരെയും ദൈവമെ സംബന്ധിക്കുന്ന എല്ലാവരെയും എല്ലാ അംഗങ്ങളെയും അവിടുത്തെ കരങ്ങളിലോടത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്നത്തെ പ്രാർത്ഥന അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ദൈവമേ പ്രധാന സന്ദേശം നൽകുന്ന ഫിലിപ്പ് ചെറുകനച്ഛനെയും ദൈവത്തിന്റെ ശുശ്രൂഷകളെയും മാനിക്കണമേ. ആദ്യോടെ കൃപ വ്യാപരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളെ സ്തുതിപ്പനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിമന്യ തോമസ് മാർ വാന്യൂസ് തിരുമേനിക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് ഇന്ന് ധ്യാന പ്രസംഗം നടത്താനിരിക്കുന്ന ഫിലിപ്പ് തെറേനാച്ചനും സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് വെസ്റ്റ് റീജിയനാണ് പ്രാർത്ഥന നടത്തുന്നത്. വെസ്റ്റ് റീജിയണിലെ എല്ലാവരെയും, എല്ലാ ദൈവാലയങ്ങളെയും, വന്യ വൈദികരെയും, എല്ലാ പ്രവർത്തകരെയും, ദിവസം ഇന്ന് പ്രാർത്ഥന നടത്തുന്നവരെയും സമർപ്പിക്കുന്നു. ഒപ്പം ഓഗസ്റ്റ് 21, 22 തീയതികളിൽ കോൺസെക്രേഷൻ നടത്തുന്നതായിട്ടുള്ള ഹ്യൂസ്റ്റൺ സെന്റ് ഗ്രിഗോറിയസ് ചർച്ചും അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ദിവസം സമർപ്പിക്കുന്നു. നമുക്ക് ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട ദീപ മാത്യു പാട്ട് പാടുന്നു. യേശുവിനായി ഞാൻ കാണുന്നു സ്നേഹവും ശാന്തിയും, ബഹുലമാം കരുണയും അഭയസ്ഥാനവും, ആശ്രയം യേശുവാണെന്റെ ആശ്രയം, ആശ്വാസം യേശുവാണെന്റെ ആശ്വാസം. ലോകപ്രകാരമോഹങ്ങൾ ഏകും നിരാശകൾ നിത്യസന്തോഷം കാണുന്നു യേശുവിൻ ചാരി ഞാൻ. ആശ്രയം യേശുവാണെന്റെ ആശ്രയം, ആശ്വാസം യേശുവാണെന്റെ ആശ്വാസം. ഭൂവതിനായി കരുതുമൻ സമ്പാദ്യം നശ്വരം, സ്വർഗത്തിനായൊരുക്കുമൻ നിക്ഷേപം ശാശ്വതം. ആശ്രയം യേശുവാണെന്റെ ആശ്രയം, ആശ്വാസം യേശുവാണെന്റെ ആശ്വാസം. ഭാരം പ്രയാസവേളയിൽ
എന്നുള്ളം മൗനമായി യേശുവെ തേടും നേരമെൻ ചാരിയണഞ്ഞിടും ആശ്രയം യേശുവാണെന്റെ ആശ്രയം ആശ്വാസം യേശുവാണെന്റെ ആശ്വാസം ആശ്രയം യേശുവാണെന്റെ ആശ്രയം ആശ്വാസം യേശുവാണെന്റെ ആശ്വാസം. താങ്ക് യു. പ്രിയപ്പെട്ട ദീപാമയത്തിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവാണ് ആശ്രയവും ആശ്വാസവും. നമുക്കും ദീപയോടൊപ്പം സാക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന തുടരാം. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാണ്. എല്ലാവരും വേദപുസ്തകം ഒരുപോലെ തുറന്നു വെച്ച് പരിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 11. പ്രിയപ്പെട്ട ജിജി ജേക്കബാണ് വായിക്കുന്നത്. Philippians chapter 2, verse 1 to 11, Barakimor. Therefore, if there is any consolation in Christ, if any comfort of love, if any fellowship of the Spirit, if any affection and mercy, fulfill my joy by being like-minded, having the same love, being of one accord, of one mind. Let nothing be done through selfish ambition or conceit, but in lowliness of mind, let each esteem others better than himself. Let each of you look out not only for his own interest, but also for the interest of others. Let this mind be in you, which was also in Christ Jesus, who being in the form of God, did not consider it robbery to be equal with God, but made himself of no reputation, taking the form of a bondservant and coming in the likeness of men, and being found in appearance as a man, he humbled himself and became obedient to the point of death, even the death of the cross. Therefore, God also has highly exalted him and given him the name which is above every name, that at the name of Jesus every knee should bow, of those in heaven and of those on earth and of those under the earth, and that every tongue should confess that Jesus Christ is Lord, to the glory of God the Father. Amen. Barakimon. പ്രിയപ്പെട്ട ജിജി ജേക്കബിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒപ്പം ഇന്ന് പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുൻപ് ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട ഷിനി കുര്യൻ, ശാലിനി പൗലോസ് ആൻഡ് റേച്ചൽ തോമസ് അവരെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൗമ പ്രാർത്ഥനയും അനുതാപ പ്രാർത്ഥനയും ചെയ്യണമേ ബഹുമാനപ്പെട്ട അച്ഛൻ അപേക്ഷിക്കുന്നു. കൗമ പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതി ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. കരുണ ചെയ്യുന്ന മെശിയ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് പാപം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവിനോട് വാഴ്ത്തപ്പെട്ടവൻ ഫലം തമ്പുരാന്റെ അമ്മേ പാപികളായവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രാർത്ഥന ചൊല്ലും തരുന്നു. ബാർക്കുമോർ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ ഞങ്ങളുടെ ആയുസ്സിനെ കാത്തുകൊള്ളുകയും ഞങ്ങൾ വീണു പോകാതിരിക്കാനായി ഞങ്ങളെയും ഞങ്ങളുടെ വിചാരങ്ങളെയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും നിന്റെ ശക്തിയാൽ ഞങ്ങളെ നീ ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങളിൽ വന്നുകൂടുന്ന സകലത്തിലും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ തകർന്നു പോകാതിരിക്കാനായിട്ട് ഞങ്ങൾക്ക് കൃപ നൽകണമേ. കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി വന്നവനായ നല്ല ഇടയാ, കാണാതെ പോയിരിക്കുന്ന ആടുകളായ ഞങ്ങളെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കുമാറാകണമേ. ആ ഉപദ്രവിയായ മഹാചിന്നായുടെ പല്ലുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കരുണയാൽ ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളെ നിന്റെ കൂട്ടത്തിലെ പരമാർത്ഥതയുള്ള മാടപ്രാവായിട്ടും നിന്റെ ഭവനത്തിലെ പാതിവൃത്യമുള്ള ചങ്ങാലിയായിട്ടും നിന്റെ ബലിപീഠത്തിന്റെ അരികെ വസിക്കുന്ന വാത്സല്യ പക്ഷിയായിട്ടും നീ ആക്കി തീർക്കണമേ. അശുദ്ധരായ ഞങ്ങളുടെ മേൽ വെണ്മയാകുന്ന നിന്റെ സോഫ തളിച്ച് നിന്റെ വിശുദ്ധിയാൽ ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. വിളിപ്പീൻ ഞാൻ വിളി കേൾക്കുമെന്നും യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നും അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ അവിടുത്തെ വാതിൽക്കൽ മുട്ടുന്നു. നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഞങ്ങളെ ചെവിക്കൊള്ളുകയും ഞങ്ങളോട് ഉത്തരമരുളുകയും ചെയ്യണമേ. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ പാപിനിയായ സ്ത്രീയെ പോലെ സങ്കടമേറിയ കണ്ണുനീരുകളോടും നെടുവീർപ്പുകളോടും പൂർണ്ണ വിശ്വാസത്തോടും വഞ്ചനയില്ലാത്ത സ്നേഹത്തോടും തിരുവൻപാക ഞങ്ങൾ സത്യമായി അനുദപിപ്പാൻ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ സകല കുറവുകൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റുഹായെയും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്കിടയാകുകയും ചെയ്യണമേ. ആമേൻ. ആമേൻ. അഭിവന്യ തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള കൗമ പ്രാർത്ഥനയും അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള അനുതാപ പ്രാർത്ഥനയും നാം 95 പേരോളം ഒരുമിച്ച് ചെയ്യുമ്പോൾ മലാഹുമാർ പോലും വിറയ്ക്കുന്ന ആ സാന്നിധ്യത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനും നാം മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് നാം പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട അഭിവന്യ തിരുമേനിയുടെ പ്രവർത്തനങ്ങളെയും തിരുമേനിയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥന ഒരു പാട്ടോടുകൂടി തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട സാറാമ്മ ജോൺ പാട്ട് പാടുന്നു. കേൾക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്.
എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, നടത്തുന്ന യേശുവത്രേ ഞാനവൻ കരങ്ങളിലാ. നടത്തുന്ന യേശുവത്രേ ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പ്രിയപ്പെട്ട സാറാമ്മച്ചോളിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾ നമ്മുടെ നന്മയ്ക്കായിട്ടുണ്ടെന്ന് നാം അറിയുന്നു. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിൻ്റെ സമയമാകുന്നു. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാകുന്നു, നമ്മെ സംരക്ഷിക്കുന്നതാകുന്നു. ലോകം നാം ശ്രദ്ധിക്കുന്ന നാം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മക്കൾക്ക് അനുഗ്രഹമാകേണ്ടതാകുന്നു. ബഹുമാനപ്പെട്ട ധ്യാന പ്രസംഗം നടക്കുന്ന അച്ഛൻ്റെ നാവോടുകൂടി പരിശുദ്ധാത്മാവെ ഉണ്ടായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നാം ഇരിക്കേണ്ടതാകുന്നുവെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായിരിക്കും, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. എബിയച്ചനാണ് ആക്ച്വലി ഇന്ന് ഫിലിപ്പ് തറകനച്ഛനെ സ്വാഗതവും പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിയ ആള്. പക്ഷെങ്കിൽ അച്ഛൻ ഇന്ന് ട്രാവലിംഗ് ആണ്. ഇന്നൊരു മീറ്റിങ്ങിൽ ഇപ്പോൾ എൻഗേജ്ഡ് ആയതുകൊണ്ടുകൂടി മാത്രം ഐ വിൽ ടേക്ക് ദി ഓണേഴ്സ് ടു ഇൻട്രൊഡ്യൂസ് ഫിലിപ്പ് തറകനച്ഛൻ. ബട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും ആദ്യം തന്നെ ഞാൻ ദൈവനാമത്തിലും സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ നാമത്തിലും നമുക്ക് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന അഭിമന്യ ഇവാനുസ് തിരുമേനിയെയും ബഹുമാനപ്പെട്ട ബിന്നിയച്ഛനെയും ബഹുമാനപ്പെട്ട ഫിലിപ്പ് തറകനച്ഛനെയും മറ്റ് എല്ലാവരെയും, ഓൾ മൈ മദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സ്പീക്കർ ഫിലിപ്പ് തറകനച്ഛനാണല്ലോ. അച്ഛനെ എല്ലാവർക്കും അറിയാം എന്ന് തന്നെ ഞാൻ കരുതുന്നു. ബട്ട് ജസ്റ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എവ്രി വൺ ഹു ഡു നോട്ട് നോ, നമ്മുടെ ഈ മർത്തുമറിയം വനിതാ സമാജത്തിൻ്റെ അഖില മലങ്കര മർത്തോറിയം വനിതാ സമാജത്തിൻ്റെ ലീഡറായി, വൈസ് പ്രസിഡൻ്റായി ചുമതല വഹിക്കുന്ന താണ് നമ്മുടെ ഫിലിപ്പ് അച്ഛൻ. അതിനോടൊപ്പം തന്നെ കൊല്ലം ഡയസിസിലെ കല്ലട ചിറ്റുമല സെൻറ് മേരീസ് ഇടവകയുടെ വികാരിയച്ഛനുമാണ്. അതുകൂടാതെ തന്നെ കൊല്ലം ഡയസിസിലെ PRO ആയിട്ടും അച്ഛൻ പ്രവർത്തിക്കുന്നുണ്ട്. അച്ഛന് നല്ല തിരക്കിട്ട സമയം ആണെന്നറിയാം. എങ്കിൽ തന്നെ അച്ഛൻ അവിടുത്തെ ഇപ്പം സന്ധ്യ നേരമാണ്.
നമ്മളോടൊപ്പം ചേർന്നതിനായി വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ടു യു അച്ഛ. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയർ ഫ്രം യു. അച്ഛൻ്റെ വീഡിയോസും എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ബട്ട് വി ആർ സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ദാറ്റ് യു ഹാവ് joined us today and we are eagerly waiting to hear from you, അച്ഛ. കേൾക്കാമല്ലോ അല്ലേ? എല്ലാവർക്കും കേൾക്കാം അച്ഛ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ ഇവാനിയോസ് തിരുമേനി, പ്രിയപ്പെട്ട ബെന്നിക്കുരുളെ അച്ഛൻ, എബി എബ്രഹാം അച്ഛൻ്റെയും ഷിനി കുര്യൻ്റെയും നേതൃത്വത്തിൽ സൗത്ത് വെസ്റ്റ് അമേരിക്കയിലെ മർത്തമറിയ മരിതാ സമാജം ഭംഗിയായി പ്രവർത്തിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം ആദ്യമേ തന്നെ നേരുന്നു. ഇന്ന് ഒരല്പനേരം നിങ്ങളുമായിട്ട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ വർത്തമാനം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് വർത്തമാനം പറയാൻ ഒത്തിരി ഇഷ്ടമാണല്ലോ. കർത്താവ് പറയുന്നുണ്ട്, ശരീരത്തിന്റെ വിളക്കാണ് കണ്ണെന്ന്. വിളക്കണഞ്ഞു പോയാൽ ശരീരം ഇരുണ്ടതായി തീരും. ശരിക്കും കണ്ണിന്റെ പ്രാധാന്യം കർത്താവ് വരച്ചു കാട്ടുകയാണ്. കണ്ണ് സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. പ്രത്യേകിച്ച് കവികളൊക്കെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, സ്ത്രീകളുടെ കണ്ണുകൾ മീനിന്റെ കണ്ണ് പോലെയും താമര ഇതളിന്റെ കണ്ണ് പോലെയൊക്കെ ഇരിക്കണമെന്ന്. എന്നാൽ പല കണ്ണുകളും അത്രത്തോളം നീളമില്ലാത്തതിനാൽ അക്ഷരം എഴുതുന്നതിനൊപ്പം കണ്ണെഴുതാൻ കൂടി പഠിച്ച് നമ്മളത് വരച്ചിങ്ങനെ നീട്ടിവെക്കാറുണ്ട്. സ്ത്രീകളുടെ വിടർന്ന കണ്ണാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണമെങ്കിൽ പുരുഷന്റെ ചെറിയ കണ്ണുകളാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണമെന്ന് കവികൾ കുറിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആണുങ്ങൾക്കൊക്കെ കുഞ്ഞിക്കണ്ണൻ എന്നൊക്കെ പേര് കൊടുക്കുമ്പോഴും പെണ്ണുങ്ങൾക്കൊക്കെ മീനാക്ഷി എന്നും ഒക്കെ പേര് കൊടുക്കുന്നതിന്റെ കാരണം. ഇപ്പൊ കണ്ണിന്റെ സൗന്ദര്യാത്മകമായ ദർശനം അത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 79 അവയവങ്ങളുണ്ട്. അതിൽ ബ്രെയിൻ കഴിഞ്ഞാൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനാണ് നമ്മുടെ കണ്ണെന്ന് പറയുന്നത്. നമ്മുടെ കാഴ്ച അഥവാ വിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ 80% വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന അത്യാധുനിക കമ്പ്യൂട്ടറുകളെക്കാളും ക്യാമറകളെക്കാളും പവർഫുൾ ആണ് നമ്മുടെ കണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം നമ്മുടെ കണ്ണ് ഫോക്കസ് ചെയ്യും. എന്നാലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ തന്നെ 1 എന്ന് പറയുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 50ലേറെ പ്രാവശ്യം ഫോക്കസ് ചെയ്യുന്ന ഒരു ക്യാമറയുമായിട്ടാണ് നമ്മൾ ഈ ലോകത്തെ മുഴുവൻ ഒപ്പിയെടുക്കാനായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ കണ്ണിന്റെ റെറ്റിനയ്ക്ക് അടിസ്ഥാനപരമായി 3 നിറങ്ങളോടാണ് പ്രത്യേക താല്പര്യം, റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. പക്ഷേ ഓർക്കുക, 10 മില്യൺ കളേഴ്സ് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അറിയുവാനുള്ള ശേഷി ദൈവം നമ്മുടെ കണ്ണിന് തന്നിട്ടുണ്ട്. ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ കണ്ണ് വിടരുകയാണെങ്കിൽ ആ വ്യക്തിയോട് താല്പര്യമുണ്ടെന്നും കണ്ണ് ചെറുതാവുകയാണെങ്കിൽ ആ വ്യക്തിയോട് താല്പര്യമില്ലെന്നും നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ ഈ തിരുമേനിമാരെയൊക്കെ കാണാൻ പോകുമ്പോൾ കൈമുത്തതിനൊപ്പം കണ്ണിലൂടെ നോക്കും. എന്തിനാണെന്നറിയാമോ? കണ്ണ് വിടർന്നാൽ തിരുമേനിക്ക് താല്പര്യമുണ്ടെന്നും കണ്ണ് ചെറുതായാൽ താല്പര്യം കുറവാണെന്നും തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ്. വീട്ടിലൊക്കെ ഇത് പരീക്ഷിച്ചറിയാം. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ കണ്ണിനെ പറ്റി പ്രസംഗിക്കാൻ പോകണമെന്ന് അല്ല. ശരിക്കും പറഞ്ഞാൽ കണ്ണിന് കുഴപ്പം വരുമ്പോൾ കാഴ്ചകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ണട ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും വലിയ ഒപ്റ്റിക്കൽസ് ഏതാണെന്നറിയാവോ? നമ്മുടെ മനസ്സാണ്. കാരണം ഓരോ തവണയും നമ്മളിങ്ങനെ കണ്ണടകൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുക. ഭർത്താവിനെ നോക്കുന്നത് ഒരു കണ്ണട കൊണ്ട്, അപ്പനെ നോക്കുന്നത് വേറൊരു കണ്ണട കൊണ്ട്, മക്കളെ നോക്കുന്നത് വേറൊരു കണ്ണട കൊണ്ട്, പ്രിയപ്പെട്ടവരെ നോക്കുന്നത് വേറൊരു കണ്ണട കൊണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, ലോകത്തിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽസ് നമ്മുടെ കണ്ണടയാണ്. ഈ കഴിഞ്ഞ ദിവസം ഹരിപ്പാട് ഒരു 13 വയസ്സുകാരി ഒരു വൃദ്ധനെ കൊട്ടേഷൻ കൊടുത്തിട്ട് കൊല്ലുന്ന കാഴ്ച കണ്ടുകൊണ്ടിരുന്നത് ഏത് കണ്ണട വെച്ചുകൊണ്ടാണ്? പ്രിയപ്പെട്ടവരെ, കണ്ണടയ്ക്ക് പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു ശൂനോയോ നോമ്പ് അവസാനിക്കുമ്പോൾ മാതാവ് ഉപയോഗിച്ച ചില കണ്ണടകളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. കാരണം എന്നെ ക്ഷണിച്ചപ്പോൾ ഒരു ശൂനോയുടെ പശ്ചാത്തലം കൂടി പറയുകയുണ്ടായി. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാതാവ് ഉപയോഗിച്ച ചില കണ്ണട നിങ്ങളുമായി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ധൈര്യത്തിന്റെ കണ്ണടയാണ്. എന്താണ് ധൈര്യം എന്ന് ചോദിച്ചാൽ അത് ആത്മവിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നതാണ്. എവിടെയാണ് ഒരു മനുഷ്യന് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്? ശരിക്കും ഒന്ന് ആലോചിച്ചേ. ഞാൻ പറയും, ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവ വിശ്വാസത്തിൽ നിന്നാണ് ധൈര്യം ഉണ്ടാകുന്നത്.
എന്തായിരുന്നു ആ ധൈര്യം? വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അത്ര ചെറിയ കാര്യമൊന്നുമല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഒരു വലിയ ഉത്തരവാദിത്തം മറിയം ഏറ്റെടുക്കാൻ പോവുകയാണ്. കല്ലെറിയപ്പെടാനുള്ള എല്ലാ സാധ്യതകൾക്ക് നടുവിലും ധൈര്യത്തിന്റെ കണ്ണടയെടുത്ത് അണിഞ്ഞുകൊണ്ടാണ് ജീവിതത്തെ സമീപിക്കുവാനായിട്ട് പരിശുദ്ധ ദൈവമാതാവിന് സാധിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കണം. ശരിക്കും ഭയം ബാധിച്ചാൽ നമുക്ക് എന്താ നഷ്ടപ്പെട്ടു പോകുന്നത്? ദൈവം ഒപ്പമുണ്ടെന്നുള്ള കാഴ്ച പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആ പടകിൽ സഞ്ചരിക്കുന്ന ശിഷ്യന്മാരിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒരു നിമിഷം ഒന്ന് പോയേ. അമരത്ത് ക്രിസ്തു ഉണ്ട്, പക്ഷേ അവരുടെ ശ്രദ്ധ അവരുടെ കടൽ വൈദഗ്ധ്യത്തിലും അവരുടെ പടകിലും കാറ്റിനെയും കടലിനെയും മെരുക്കാനുള്ള പരിശ്രമത്തിലുമാകുന്നു. അവിടെ അവർക്ക് യഥാർത്ഥ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു. അവർ ഭയം കൊണ്ട് നിലവിളിക്കുന്നു, സഹനങ്ങളിലൂടെ അകപ്പെട്ടു പോകുന്നു. എന്നാൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ധൈര്യവും വിശ്വാസത്തിന്റെ ആഴവും അവർക്കുണ്ടായിരുന്നെങ്കിൽ അമരത്തുള്ള ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. മറിയമിന്റെ മറ്റൊരു പിക്ചർ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കാൽവറി കയറുന്ന ക്രിസ്തു, പിന്നാലെ സഞ്ചരിക്കുന്ന മാതാവ്. ഈ റോമൻ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിനെ അടിക്കാൻ ഉപയോഗിച്ച ചാട്ടവാറിന്റെ ചിത്രം ഒരുപക്ഷെ ഗൂഗിൾ പരതിയാൽ നമുക്ക് കിട്ടും. ആ ചാട്ടവാറിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഓരോ ചാട്ടവാറിലും ചൂണ്ടക്കൊളുത്തുകളുണ്ട്. ഇത് വെള്ളത്തിൽ മുക്കിയാണ് ക്രിസ്തുവിനെ അടിക്കുന്നത്. ഒരു ചിത്രകാരൻ മനോഹരമായി ഇത് വരച്ചു കാട്ടുന്നുണ്ട്. കൽവറി ക്രിസ്തു കയറുമ്പോൾ പടയാളികൾ ഈ ചൂണ്ടയുള്ള ചാട്ടവാറ് കൊണ്ട് ക്രിസ്തുവിനെ അടിക്കുമ്പോൾ അവന്റെ മാംസം പറഞ്ഞു വരുമ്പോൾ യോഹന്നാൻ മാതാവിന്റെ കാഴ്ച മറച്ചുകൊണ്ട് കയറി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരമ്മ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും തീക്ഷ്ണമായ നിമിഷങ്ങളിലൂടെ നടന്ന് കയറുവാൻ ശക്തി കൊടുത്തത് ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ധൈര്യത്തിന്റെ കണ്ണടയായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ ലോകത്ത് ഭയപ്പാട് ഒത്തിരി ഉണ്ട്. മക്കളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത്, ജീവിതത്തെ ഓർത്ത്, ഭാരങ്ങളെ ഓർത്ത് മാതാവ് പറയുകയാണ്, നീ കണ്ണട അണിയുക. ഏത് കണ്ണടയാന്ന് ചോദിച്ചാൽ ധൈര്യത്തിന്റെ കണ്ണട അണിയുവാൻ നമുക്ക് കഴിയണം. ഒന്നാമത്തെ ചിന്ത അതാണ്, ധൈര്യത്തിന്റെ കണ്ണട ധരിക്കുക. രണ്ടാമത് മാതാവ് അണിയുന്ന കണ്ണട സ്നേഹത്തിന്റെ സ്പെക്സ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയും സ്പെക്സ് നമ്മളെ ഏറ്റവും കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതിയാണ്. എന്റെ കാരണം എന്തെന്നറിയാവോ? നമ്മൾ മരിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കല്ലറയുടെ അടുത്ത് വരെ വരികയുള്ളൂ. നമ്മൾ മരിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കല്ലറയുടെ അരിക വരെ മാത്രമേ വരികയുള്ളൂ. എന്നാൽ നമ്മൾ ഓർക്കുക, നമ്മുടെ വാഹനം പോർച്ചിൽ കിടക്കും, നമ്മുടെ വീട് അവിടെ നിൽക്കുക മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മൃതശരീരത്തോടൊപ്പം സഞ്ചരിക്കുന്ന ചങ്ങാതിയാണ് കണ്ണാടി. കാരണം മരിക്കുമ്പോഴേ പറയും, അപ്പച്ചന്റെ അല്ലെ അമ്മച്ചിയുടെ കണ്ണാടി അങ്ങ് വെച്ചു കൊടുക്കാൻ. ഇതാർക്കും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതും വെച്ചുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തിന്റെ ചങ്ങാതി കൂടിയാണ് കണ്ണട. പക്ഷെ ഇവിടെ മാതാവ് അണിയുന്ന സ്നേഹത്തിന്റെ കണ്ണട ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ കഴിയും, മാതാവിന് ഒരു പദവി കിട്ടുന്നു. ആ പദവി കിട്ടിക്കഴിഞ്ഞപ്പോൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം, അവളുടെ കൺസേൺ എന്തിനോടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവളുടെ കൺസേൺ തന്റെ ചാർച്ചയിൽപ്പെട്ട വാർദ്ധക്യത്തിലായ എലിസബത്തിനെ കുറിച്ചുള്ള കൺസേൺ ആണ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മാതാവിന് ആ കൺസേണിൽ നിന്ന് പിന്മാറാം. ഒന്ന്, ഗർഭിണിയാണ്, പരിമിതികൾ പറഞ്ഞ് ഒഴിവാകാം. രണ്ട്, അവക്കൊരു മെച്ചപ്പാടുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ അമ്മയാണോ വലുത്, കർത്താവിന്റെ അമ്മയാണോ വലുത്? കർത്താവിന്റെ അമ്മയാണ്. ആ വലിപ്പം പറഞ്ഞ് പിന്മാറാം. എന്നാൽ പരിമിതികളിൽ അവൾ പിന്മാറുന്നില്ല, വലിപ്പം പറഞ്ഞും അവൾ പിന്മാറുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, മായ ആഞ്ചലു എന്ന് പറയുന്ന ചിന്തക പറയുന്നു, ലവ് റിക്കഗ്നൈസ് നോ ബാരിയേഴ്സ്. സ്നേഹം ഒരു തടസ്സങ്ങളെയും പരിഗണിക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് കടന്ന് ചെല്ലുന്നതാണ്.
അതുകൊണ്ടാണ് മിലൻ കുന്തേര എന്ന് പറയുന്ന ഇറ്റാലിയൻ സംവിധായകൻ പറയുന്നുണ്ട്, അതായത് അതിന്റെ നായികയോട് പറയുന്ന ഒരു വാചകമാണ്, അതായത് നീ എൻ്റെ ഹൃദയത്തിലില്ലെങ്കിൽ ഞാൻ ജീവിച്ചിട്ട് എന്താണ് കാര്യം. പ്രിയമുള്ളവരെ, ഒപ്പമുള്ളവരെ കരുതുന്ന സ്നേഹത്തിന്റെ ഭാവം, സ്നേഹത്തിന്റെ കണ്ണട മാതാവ് ധരിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. കാനാവിൽ ചെല്ലുമ്പോഴും മാതാവ് അണിയുന്നത് ആ കണ്ണട തന്നെ. ആ വീടിന്റെ ഇല്ലായ്മയിലേക്ക് എത്ര ശാന്തമായാണ് മാതാവ് ഒഴുകിയെത്തുന്നത്. പ്രിയമുള്ളവരെ, ഓർക്കുക, നിനക്ക് പരിമിതികൾ കാണാം. ഗർഭിണിയാണെന്ന് പറയുന്ന ഒരു വാചകം കൊണ്ട് സഹായിക്കാൻ ഉള്ള കരങ്ങളെ നമുക്ക് മടക്കി വെക്കാം. മെച്ചപ്പാടിന്റെ പൊങ്ങച്ചത്തിന്റെ പേര് പറഞ്ഞ് നമുക്ക് മുഖം തിരിക്കാം. ഒന്നോർത്ത് നോക്കിക്കേ, നമുക്ക് തന്ന നേട്ടങ്ങളൊക്കെ ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിന്ന് നമ്മൾ മുഖം തിരിക്കരുത്. നിനക്ക് ചില പരിമിതികൾ കാണാം, അത് പറഞ്ഞും നിന്റെ സ്നേഹം ചുരുങ്ങിപ്പോകരുത്. കർത്താവ് പഠിപ്പിച്ച ആ സ്നേഹത്തിന്റെ ആഴം മറിയത്തിന്റെ ജീവിതത്തിലൂടെ കാണാൻ കഴിയും. കാനാവിൽ വേണമെങ്കിൽ അവക്ക് ചെന്ന് കല്യാണമുണ്ട്, മടങ്ങിപ്പോകാം. പക്ഷേ എത്ര സ്നേഹത്തോടെ, എത്ര കരുതലോടെ അവൾക്ക് ഇടപെടാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത് ധൈര്യത്തിന്റെ കണ്ണട നമ്മൾ അണിഞ്ഞുവെങ്കിൽ, രണ്ടാമത് സ്നേഹത്തിന്റെ കണ്ണടയാണ് നമ്മൾ അണിയേണ്ടത്. മൂന്നാമത് ഏത് കണ്ണടയാന്ന് ചോദിച്ചാൽ ആ ഒരൊറ്റ കണ്ണട കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അത് ഭക്തിയുടെ കണ്ണടയാണ്. ഭക്തിയുടെ കണ്ണടയാണ്. പൗലോസ്ലീഹ നമ്മുടെ ശരീരത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇത് ദൈവ മന്ദിരമാണ്. ശരിയാണ്, ദൈവ മന്ദിരമാണ്. നമ്മുടെ പള്ളി കൂദാശ ചെയ്തത് വിശുദ്ധ മോറോൻ കൊണ്ട്, നമ്മുടെ ശരീരം കൂദാശ ചെയ്തതും വിശുദ്ധ മോറോൻ കൊണ്ട്. പള്ളിയിൽ നിന്ന് ഉയരുന്നത് ആരാധനയുടെ അനുഭവമാണ്. ശരീരത്തിൽ നിന്ന് ഉയരേണ്ടതും ആരാധന അനുഭവമാണ്. നിശ്ചയമായിട്ടും ഒന്ന് ഓർത്തു നോക്കിക്കേ, എൻ്റെ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമന്ദിരമാണോ? എവിടെയാണ് മാതാവ് ആ ദൈവമന്ദിരത്തെ വെളിപ്പെടുത്തി തരുന്നെന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 14-ാം വാക്യം. ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ മാതാവുണ്ട്. അത് വലിയ കാര്യമാണോ എന്ന് ചോദിക്കും. ആണ്. കാരണം യഹൂദന്മാരെ ഭയന്ന് ആദിമ ക്രൈസ്തവ സഭ വാതിലുകൾ അടച്ചെടുത്ത്, ഭയന്ന് നിലവിളിച്ച്, ജീവനെ പേടിച്ച് മനുഷ്യരൊന്നിക്കുന്ന ഒരു കാലാണ്. നമ്മൾ അവിടെയാണ് ഓർക്കേണ്ടത്. ഒരമ്മയുടെ വിപതി ധൈര്യം അവൾ തിരിച്ചറിയുകയാണ്. ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷവും സ്വർഗാരോഹണത്തിന് ശേഷവും ഞാൻ മാറിയിരിക്കേണ്ടവളല്ല. ആദിമസഭയുടെ നടുവിൽ ഞാൻ ഉണ്ടാകണം. ആരാധിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ ഞാൻ ഉണ്ടാകണം. ഇന്ന് നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമുക്ക് ആരാധനയ്ക്ക് പോകാൻ വാഹനങ്ങളുണ്ട്, ആരാധിക്കുവാൻ മനോഹരമായ പള്ളികളുണ്ട്, ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, മനോഹരമായ പ്രാർത്ഥന ക്രമങ്ങളുണ്ട്, ഒരുമിച്ച് വരുന്ന ഒരു സിസ്റ്റവും സംവിധാനവും ഉണ്ട്. പക്ഷേ ആരാധനയോടുള്ള നമ്മുടെ താല്പര്യം എവിടെയാണ്? ആരാധനയോടുള്ള നമ്മുടെ താല്പര്യം എവിടെയാണ്? ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നാൽ വലിച്ചടച്ച കതകുകൾക്ക് പിറകിൽ ഭയം കരിമ്പടം പോലെ വിരിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ നടുവിൽ, ഒരുമിച്ച് കൂടാൻ മനുഷ്യൻ ഭയക്കുന്ന കാലത്തിന്റെ നടുവിൽ മാതാവ് തിരിച്ചറിയുകയാണ്, ഞാൻ ദൈവ മന്ദിരമാണ്, സർവശക്തൻ എന്നിൽ വസിച്ചതാണ്. ഈ മന്ദിരം ആരാധനയ്ക്ക് വേർതിരിക്കേണ്ട ഒന്നാണ്. എത്ര മഹത്തരമായ പൗരസ്ത്യ ദർശനമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ലഭിച്ച എല്ലാ സൗകര്യങ്ങളുടെയും എല്ലാ നേട്ടങ്ങളുടെയും നടുവിൽ കർത്താവിനെ ആരാധിക്കുവാനായി ഒരിത്തിരി നേരം മാറ്റിവെക്കണമെന്ന് മാതാവ് നമ്മളെ പഠിപ്പിച്ചു. അതിന് പറയുന്ന പേരാണ് ഭക്തി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുടെ കാഴ്ച എന്നാൽ കണ്ണു തുറന്നാൽ ക്രിസ്തുവിനെ കാണുന്ന കാഴ്ചയാണ്. കണ്ണു തുറന്നാൽ ക്രിസ്തുവിനെ കാണുന്ന കാഴ്ചയാണ്. മറക്കാതെ ഓർക്കുക. 3 കണ്ണടകളാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ കൊണ്ടുവന്നത്. 1, ധൈര്യത്തിന്റെ കണ്ണട. ആത്മവിശ്വാസം ഉണ്ടാകുന്നത് വിശ്വാസത്തിൽ നിന്നാണെന്ന് നമ്മൾ ഓർക്കണം. 2, സ്നേഹത്തിന്റെ കണ്ണട. നിനക്ക് പരിമിതികൾ കാണാം, നിനക്ക് അനുഗ്രഹങ്ങളും കാണാം. പരിമിതികൾ നിന്നെ സ്നേഹിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തരുത്. നേട്ടങ്ങളിൽ
അഹങ്കരിച്ച് മുഖം തിരിക്കരുത്. ഒപ്പമുള്ളവരോടുള്ള കരുതലിന്റെ കണ്ണട നമുക്ക് ധരിക്കാൻ കഴിയണം. 3, ഞാൻ ദൈവമന്ദിരമാണെന്നും വിശുദ്ധ മൂറോനാൽ കുദാശ ചെയ്യപ്പെട്ട് വേർതിരിക്കപ്പെട്ടവരാണെന്നുമുള്ള ബോധ്യത്തോടെ ആരാധനയുടെ അനുഭവം നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകണം. ഇവിടെ നിന്ന് ഉയരേണ്ടത് ദൈവത്തിന്റെ സ്തുതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുരുകൻ കാട്ടാക്കടയുടെ മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ പറയുന്നു, കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. തീർച്ചയായിട്ടും പുതിയ ലോകത്തിന്റെ നടുവിൽ കാഴ്ചകൾ പലതും നമ്മൾ കണ്ട് മടുത്തു കഴിഞ്ഞു. കണ്ണട വേണം, എനിക്കൊരു കണ്ണട വേണം. അത് ധൈര്യത്തിന്റെ കണ്ണടയാകട്ടെ, സ്നേഹത്തിന്റെ കണ്ണടയാകട്ടെ, ഭക്തിയുടെ കണ്ണടയാകട്ടെ. ഒപ്പം ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു, ധന്യമായ ഒരു ഓണം കൂടി വന്നു ചേരുമ്പോൾ അത് മാനവികതയുടെ ഉത്സവം കൂടിയാണല്ലോ. ഒരു മനോഹരമായ കഥ ഓണത്തോടനുബന്ധിച്ച് മലയാളികളുടെ മനസ്സിലുണ്ട്. മഹാബലിയും വാമനനും. എന്താ സംഭവിച്ചത്? തന്റെ മുൻപിൽ വരുന്ന വാമനനെ തിരിച്ചറിയാൻ മാവേലിക്ക് കഴിയാതെ പോയി എന്നുള്ളത് കൊണ്ടാണ് ചെറിയ രൂപത്തിലാ വന്നത്. ഇരിക്കാൻ ഇടം കൊടുത്തു. വലുതായി. പ്രശ്നങ്ങളും ഇതുപോലെയാണ്. ചെറിയ രൂപത്തിൽ വരും പ്രശ്നങ്ങൾ. ഇരിക്കാൻ ഇടം കൊടുത്താൽ നമ്മുടെ പ്രവൃത്തിയുടെ ഇടമായ ഭൂമി പോകും, സ്വപ്നമായ ആകാശം പോകും. പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നരകത്തിലേക്ക് പോകുക എന്നുള്ളത്. അതുകൊണ്ട് ദുർചിന്തകളെയും മോശപ്പെട്ട വിചാരങ്ങളെയും ഇരിക്കാൻ ഇടം കൊടുത്ത് വലുതാക്കരുതെന്നുള്ള ഓണത്തിന്റെ ഒരു സന്ദേശം കൂടി ഓർപ്പിച്ചുകൊണ്ട് ഓർക്കുക, ധൈര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭക്തിയുടെയും കണ്ണട മാതാവ് ധരിച്ചതുപോലെ കാഴ്ചകൾ മെച്ചപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ. അഭിവന്യ തിരുമേനിയോടും പ്രിയപ്പെട്ട ബെന്നി കുരുവിള അച്ഛൻ, എബി എബ്രഹാം, ഷിനി കുര്യൻ, എബി എബ്രഹാം അച്ഛൻ, ഷിനി കുര്യൻ ഉൾപ്പെടെ എല്ലാ നേതൃത്വത്തോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Acha. That was a blessed message. പല കണ്ണടകൾ ധരിക്കാൻ പ്രാപ്തിയുള്ളത് നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ്. നമ്മുടെ കാഴ്ച മങ്ങിയത് ആ ആദ്യത്തെ വീഴ്ച മുതലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും നമ്മൾ എപ്പോൾ വീണാലും ഇപ്പോൾ ആ എക്സ്ക്യൂസാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇന്ന് പറയുന്നത് വി ആർ ഓൾ ഇംപെർഫെക്റ്റ് ആൻഡ് വി ആർ റെഡി ടു എംബ്രേസ് ദ ഇംപെർഫെക്ഷൻ. പക്ഷെ നമ്മൾ മറക്കുന്നത് ആ ആദ്യത്തെ വീഴ്ച കഴിഞ്ഞ് നമ്മളെ ഉയർത്താനായിട്ട് യേശുക്രിസ്തു വന്നായിരുന്നു. യേശുക്രിസ്തു വന്ന് നമ്മളെ ഉയർത്തിയിട്ടുണ്ട്. നമ്മളെ ഇംപെർഫെക്ഷനിൽ നിന്ന് പെർഫെക്ഷനിലേക്കുള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ today we still prefer to see the world through the same lens, through the lens of our ego, our lack, and our thoughtlessness. നമ്മുടെ Mother Mary, when Mother Mary came, she taught us to see through the eyes of humility. യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് to see through the lens of love, compassion, courage, faith. അച്ഛൻ ഇതെല്ലാം നമ്മളെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു. ബട്ട് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ഹാവ് ടു ആസ്ക് ourselves today is, through which lens are we seeing the world? Through which lens are we seeing our fellow sisters, our fellow human beings today? Thank you, Acha, for that inspirational message. We thank you and we are grateful for your time, and we pray for you and your family and for your ministry all through your time. ഇന്ന് നമ്മളോടൊപ്പം ഇവാനിയസ് തിരുമേനിയും ഉണ്ട്. We are blessed and honored with his presence here today. Tirumeni, would you like to share a word with us here? Tirumeni, would you like to speak a few words to us? Okay. Maybe Auntie, you can continue. അഭിവന്ദ്യ തിരുമേനിയും ബഹുമാനപ്പെട്ട ഫിലിപ്പ് തറകൻ അച്ഛനിൽ കൂടി
ബഹുമാനപ്പെട്ട മിന്നി കുരുവിള അച്ഛനിൽ കൂടി നമ്മെ കേൾപ്പിച്ച വചനങ്ങളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പ് തെറേൻ അച്ഛനെയും കുടുംബത്തെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ദൈവ വിശ്വാസത്തിൽ കൂടിയുള്ള ധൈര്യവും ദൈവവിശ്വാസത്തിൽ കൂടി ദൈവസ്നേഹത്തിൽ കൂടിയുള്ള കണ്ണടയും ദൈവഭക്തിയിൽ കൂടിയുള്ള കണ്ണടയും നമുക്കും മാതാവിനോടൊപ്പം ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം. വീണ്ടും ഒന്നുകൂടി അച്ഛനെയും കുടുംബത്തെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. വചനം കേട്ട് മറന്നു പോകുന്നവരല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്ദ തിരുമേനിയെയും പിന്നിൽ കുരുവിള അച്ഛനെയും എല്ലാവരുടെയും പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. പരിശുദ്ധ ബാവ തിരുമേനിയെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. സഭയെ നയിച്ചുകൊണ്ടുപോകാനുള്ള കൃപ ലഭിക്കണമേ എന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 100 പേര് ഒന്നിച്ച് വന്ന ഒരു അഭിവന്ദ തിരുമേനിയുടെയും ബഹുമാനപ്പെട്ട ഫിലിപ്പ് തെറേനച്ചൻ, ബഹുമാനപ്പെട്ട ബിന്നി കുരുവിളച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠർ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നമ്മൾ ഒരേ മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് നമ്മുടെ കുറവുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. എല്ലാ സഭാ നേതാക്കളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. സഭയിലുള്ള തർക്കങ്ങളും ഭിന്നതകളും എല്ലാം അവസാനിച്ചിട്ട് ഒരുമിച്ച് കുരിശിൻ്റെ ചുവട്ടിൽ അണിനിരക്കുവാനുള്ള കൃപ ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ വൈദിക ശ്രേഷ്ഠർ, എല്ലാ വൈദിക വൃത്തിയിലുള്ള എല്ലാ ശ്രേഷ്ഠൻ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും, അതുപോലെ സിസ്റ്റർമാർ, പുരോഹിതർ, ഇപ്പോഴേ അഭിഷിക്തരായിട്ടുള്ളവരെ, ബിഷപ്പ് കാൻഡിഡേറ്റ്സ് എല്ലാം പരിശുദ്ധാത്മ കൃപയിൽ തിരഞ്ഞെടുക്കപ്പെടുവാനും, അതേപോലെ ആൾട്ടർ ബോയ്സ്, സെമിനാറിയൻസ്, എല്ലാ ആത്മീയ സംഘടനയുടെ നേതാക്കൾ, മർത്തമറിയം സമാജത്തിൻ്റെ പ്രവർത്തകർ എല്ലാവരും ദൈവസന്നിധി താഴ്ത്തി വയ്ക്കുന്നു. എന്നും നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നത് പോലെ ഭദ്രാസനം തുടങ്ങിയ കാലം മുതലുള്ള എല്ലാ പ്രവർത്തകരെയും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും ദൈവസന്നിധിയിലേക്ക് കടന്നുപോയവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്നതായിട്ടുള്ള മർത്തമറിയം സമാജം ആനുവൽ കോൺഫറൻസിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അതേപോലെ സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും അൽമായരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി പൈങ്ങോലിയച്ഛൻ, കൊച്ചമ്മ ശുശ്രൂഷിക്കുന്നു, കൊച്ചമ്മ ട്യൂ ജേക്കബ് അച്ഛൻ, മേരി കൊച്ചമ്മ, ബെഞ്ചി അച്ഛൻ, ജോർജ് വർഗീസ് അച്ഛൻ, ബെന്നി, ഡോക്ടർ ജയകുമാർ, ലിസി, നീന, ജോർജ് കുട്ടി എന്ന് പറഞ്ഞ സഹോദരന് ലഭിച്ച സൗഖ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. രാജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേർ നമ്മൾ പറയുമ്പോൾ ഇന്നേ വരെ ധാരാളം പ്രിയപ്പെട്ടവരുടെ റിക്വസ്റ്റുകൾ ഉണ്ട്. സൗഖ്യം ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം. ഇന്നും തലകൾ വണക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സുഖമില്ലാത്തവരുണ്ട്, സൗഖ്യം പ്രാപിച്ചവരുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ, ദൈവമേ, ആണിപ്പഴുതുള്ള കരങ്ങൾ ഓരോരുത്തരുടെയും തലമേൽ വയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന അവസ്ഥയിൽ ഏതവസ്ഥയാണേലും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് മുൻപോട്ട് പോകാൻ കൃപ തരണമേ. അവരവർക്കായിരിക്കാം, കുടുംബാംഗങ്ങൾക്കായിരിക്കാം. നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് എല്ലാവരെയും ദൈവത്തിൻ്റെ സമർപ്പിക്കുന്നു. ബർത്ത്ഡേസ് ആയവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലീഡിയ, ശോഭ, ജെഫേഴ്സൺ, അതേപോലെ എല്ലാവരുടെയും മനസ്സിലുള്ള ബർത്ത്ഡേ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയ ഏബ്രഹാം, ഗീത, ശോഭ ആൻഡ് സുരേഷ്, സന്തോഷ് ആൻഡ് ഡെയ്സി, അതേപോലെ വെഡിങ് ആനിവേഴ്സറി എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. യുദ്ധത്തിൻ്റെ കെടുതിയിൽ അകപ്പെട്ടിരിക്കുന്നവരെ, പീഡ അനുഭവിക്കുന്നവരെ, നാച്ചുറൽ കലാമിറ്റീസിൽ വിഷമിക്കുന്ന എല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ സഹായ ഹസ്തം നീട്ടേണ്ടിയെടുത്ത് നമ്മൾ തക്ക സമയത്ത് നമുക്ക് നാം പ്രാർത്ഥനയോടെ ഇരുന്നാൽ നമുക്ക് എത്തിച്ചു തരും. അവരെ നമ്മളാലാവുന്ന, പ്രത്യേകിച്ച് നോമ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മളാലാവുന്ന സഹായം ചെയ്യുവാൻ, അതുപോലെ തന്നെ ധനവാന്മാർക്ക് ദാനശീലം കൊടുക്കുവാനും നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. തീർച്ചയായും ദൈവം അതിന് സഹായിക്കും. ജേണിയിലായിരിക്കുന്ന എല്ലാവരും, യാത്ര ഇൻ്റർനാഷണൽ ആസ് വെൽ ആസ് നാഷണൽ ജേണി ചെയ്യുന്ന എല്ലാവരെയും
ഡ്രൈവർമാര്, രാത്രിയിലും പകലും വാഹനം ഓടിക്കുന്നവര്, കരയിലും കടലിലും ആകാശമാർഗവും സഞ്ചരിക്കുന്ന എല്ലാവരെയും ലീഡിയയെ ഓർത്ത് പ്രത്യേകമായി വീണ്ടും പ്രാർത്ഥിക്കുന്നു. അനേക റിലേഷൻഷിപ്സിൽ വളരെയധികം ക്ലേശം അനുഭവിക്കുന്ന മക്കളുണ്ട്. മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളും തമ്മിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, ജോലി സ്ഥലത്ത് എല്ലാവരും ദൈവസന്നിധി സമർപ്പിക്കുന്നു. സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവേ, കരുണയുണ്ടാകണമേ. നമ്മളെ അലറുന്ന സിംഹം പോലെ ഓടി നടക്കുന്ന പിശാചിൻ്റെ ആ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇനി എക്സാംസ് എഴുതുന്ന മേഘ, സിയ ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അനേക കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ട്. കർത്താവെ, നിന്റെ ഇഷ്ടപ്രകാരം അവരെക്കുറിച്ചുള്ളൊരു ദിവ്യമായ പദ്ധതി അവിടത്തേക്കുണ്ടല്ലോ. ആ പദ്ധതി നിറവേർത്തക്കോണം അവരെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജനറേഷന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന സമയം. ജനറേഷന് വേണ്ടി എന്ത് പറയണമെന്ന് നമുക്കറിയില്ല. അത്ര കഷ്ടമായ ഒരവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, തലകൾ വണക്കിയിരിക്കുന്ന ഓരോ മക്കളുടെയും മനസ്സിലുള്ള മക്കൾ, കുഞ്ഞുമക്കൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മക്കൾ, ഇന്റർനെറ്റ് ലഹരി മാത്രമല്ല, ഡിപ്രഷനിലുള്ള മക്കള്, പല വിധത്തിൽ പരാജയം അടഞ്ഞവര്, കുദാശകള്, വേദപുസ്തകം വായന, ആരാധന ഇതെല്ലാം മാറ്റിവെച്ചിട്ട് അതിന് പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന മക്കള്, അത് ലഭിച്ചിട്ടും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവര്, ദൈവമേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാൻ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ. അവരെ ജലരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ് നമുക്ക് വെല്ലുവിളികളോട് നമുക്ക് യുദ്ധം ചെയ്യേണ്ടത്, ആത്മീയ പോരാട്ടമുള്ളത്. ആ പോരാട്ടത്തിനായിട്ട് നമ്മളെ ഒരുക്കുന്ന നമ്മുടെ വചനമാകുന്ന വാളും നമ്മുടെ വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും എല്ലാം സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമുക്കൊരു യുദ്ധം ചെയ്യാനുള്ള കൃപ തരണമേന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നാം ഓരോരുത്തരും ശുദ്ധീകരിക്കപ്പെടുന്നതോടൊപ്പം കുഞ്ഞുങ്ങളും ശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയാകണമെന്ന് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം തീർച്ചയായും ഉത്തരം നൽകും. 2 ആൻമാര്, എലിസബത്ത്, കാരലിൻ, ആൽബിറ്റ്, ഹാന, ധാരാളം കുഞ്ഞുങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ട്. ഓരോരുത്തർക്കും വ്യക്തിപരമായ സമാധാനം, കുടുംബത്തിന്റെ സമാധാനം, സഭയുടെ സമാധാനം, രാജ്യത്തിന്റെ സമാധാനം പ്രാർത്ഥിക്കാം. ഭരണാധികാരികളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പുതുതായി ചുമതലയേറ്റിട്ടുള്ള ഓരോ ഭരണാധികാരിയും നമുക്ക് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാം. അനാഥർ, വിധവമാർ, വിഭാര്യർ ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓഗസ്റ്റ് 24 ബാപ്റ്റിസം ഏൽക്കുന്ന ക്രിസ്റ്റീനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞാവുന്നു, അതിനെ ഓർത്ത് പ്രത്യേകമായി എല്ലാ ബാപ്റ്റിസം സ്പിരിച്വൽ ബർത്ത്ഡേ ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർ ഉൽപ്പത്തി 1-28 നമ്മൾ വായിക്കും. നിങ്ങൾ സന്താനവിഷയുള്ളവരായി പൂജാര ജന്തുക്കളെ എല്ലാം മുകളിൽ വാഴുവെന്ന് ദൈവം കൽപ്പിച്ചതാകുന്നു. ആശ പി ജോൺ, ആഷ്, ഷാനൻ, സ്റ്റെഫി, സൂസി, ടെസ്, വർഷ, സോണിയ, പിങ്കി, ഏഞ്ചൽ, ധാരാളം കുഞ്ഞുങ്ങളുടെ അപേക്ഷയുണ്ട്. ദൈവം തമ്പുരാനെ കുഞ്ഞുങ്ങളെ കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന് ഇഷ്ടപ്രകാരം, ദൈവത്തിന് മഹത്വത്തിന് പ്രകാരം അവരെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന ആശ, ജോസ്, സിറിൽ, നിക്കോൾ, സോഹൻ, സ്റ്റേസി, ജെറമി, കാരൾ, മിന്നു, താര, ടാഷ, ജഫോസൻ, മറിയ, ടിന, ടിജ. മക്കൾ ഏകരായിരിക്കുന്നത് നല്ലതല്ലെന്ന് ദൈവം കണ്ടു. കുടുംബം അവിടുത്തെ പദ്ധതിയാകുന്നു. തക്ക സമയത്ത് കർത്താവെ അവർക്ക് ചേർന്ന തുണകളെ കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഡിഫിക്കൽട്ട് പ്രഗ്നൻസി ഉണ്ടായിരുന്ന മക്കൾ മെലീസ, എലീഷുബ, ഫേബ, അനില, ക്രിസ്റ്റ, ടെസി, ധന്യ, ധാരാളം മക്കളുണ്ട്. അവർക്ക് പ്രത്യേക സ്തോത്രത്തോടെ ദൈവസന്നിധി സമർപ്പിക്കാം. വിട്ടുപോയ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാം. ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ട അഭിഷിക്തരും അല്ലാതെയുമായുള്ള മക്കളുടെ ആത്മാക്കളെ സമർപ്പിക്കാം. ദൈവസന്നിധി നമുക്കായി മധ്യസ്ഥത യാചിക്കുന്നു. അഭിവന്യ അന്തോണിയോസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. ജെറിനച്ചൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാകുന്നു. ലിവർ ഡൊണേറ്റ് ചെയ്യുമോന്നൊക്കെ നമ്മൾ മറ്റുള്ളവരോട് റിക്വസ്റ്റ് ചെയ്താണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ദൈവസ്ഥനിലേക്ക് കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജെയ്മി ബ്രദർ, ഉഷ മാത്യൂസ്, ലൂക്കോസ്, ബി ടി കുറിയാക്കോസ്, എല്ലാ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്ന എല്ലാവർക്കും ആശ്വാസം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവസന്നിധി സമർപ്പിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക് വളർത്തുവാനും
ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറക്കുവാനും ശാന്തതയോടെ ഇരിപ്പാനും സ്നേഹത്തോടെ മറ്റുള്ളവരെ ചേർത്ത് പിടിപ്പാനും വിശ്വാസത്തിലും വിശുദ്ധിയിൽ വളർന്ന് പൂർണ്ണമായി നമ്മെ ദൈവഇഷ്ടത്തിന് സമർപ്പിപ്പാനും ഇടയാക്കണേന്ന് പ്രാർത്ഥിക്കും. ഇന്ന് നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്ന സുബിൻ വർഗീസ് ആകുന്നു. പ്രിയപ്പെട്ട സുബിൻ വർഗീസിനെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. Hello, can everybody hear me? Yes, Thank you. hearing you. Dear Lord, thank you for bringing us all together in prayer and to praise you and worship you. We come before you with hope in our hearts and prayers on our lips. Loving God, so many people, family, friends, and strangers need your abundant love and mercy. Lord Jesus Christ, our greatest physician, many among us need mending and healing. Be our strength in body, courage in spirit, and patience in pain. Hear our prayers for all who are suffering, that they may find consolation in your healing presence. Show your mercy as you close wounds, cure illness, make broken bodies whole, and lift downcast souls. We pray for the vulnerable, the lonely, the elderly, and the sick. We especially remember cancer patients, those undergoing treatments, those preparing for surgery, people struggling with diabetes and stroke-related issues, and all special needs children. Lord, you have crafted each one with a beautiful purpose. Protect those who feel powerless and let them find refuge in your mighty grace. God Almighty, comfort patients, young and old. Strengthen their weary bodies and spirits. Give courage to those who fight daily battles, and grant peace to those in pain. Bless them to grow stronger and healthier each day. Lord, we pray for homes where relationships are strained or broken. Restore respect, honor, and kindness. Remove anger, jealousy, hatred, malice, rebellion, and vengeance. Replace them with love. Send your peace into every home. Heal hurts, mend broken hearts, soften hardened spirits, and help families listen to one another with humility. May your name be glorified in our lives. Dear Lord, we lift up young adults searching for life partners. Guide them as they seek the companion you've chosen for them. Grant them wisdom, clarity, and patience. May they enter holy matrimony with unity of mind and spirit, valuing and honoring one another. We pray for families grieving the loss of loved ones. Wrap them in your comfort. Strengthen them for each day. May cherished memories bring peace, and may your presence heal their broken hearts. Loving Lord, in this time of economic hardship, many face joblessness and financial strain. Hold them steady in your arms of love. Provide for their needs. Let your word be a lamp of hope that encourages their hearts. Our hope is in you alone. Heavenly Father, we pray for our clergy. Thank you for the gift of our Termenes, priests and deacons. Renew their spirits and keep their calling fresh in their hearts. Grant them wisdom as they guide others, and fill them with patience, peace, and joy. Strengthen them when the work is heavy, reminding them that you faithfully equip those who obey your call.
Lord, we pray for our children, those in school, college, and those beginning new academic journeys. Protect their minds and hearts. Give them wisdom, discipline, and courage. Surround them with good friends, good teachers, and good influences. Keep them safe from harm and help them grow in knowledge, character, and faith. Lord, guide the hearts of our world leaders with wisdom, justice, and compassion, that they may seek peace above power and serve with humility. May God strengthen every leader to act with integrity, protect the vulnerable, and work toward unity among all nations. Lord, our church is precious to us because it brings us closer to you. May everyone who enters feel your presence. Help us remain hospitable and gracious. Strengthen our church to grow so we may reach those who do not yet know you. Make us vessels of your love for our community. Bless our hands to serve you, our lips to speak of you, and our hearts to love without measure. May this MMVS fellowship be a fragrant offering to you, and may we leave renewed in spirit and steadfast in faith. For you are holy, O God our Father, and to you we give glory, to the Father, and to the Son, and to the Holy Spirit, now and ever, and unto ages of ages. Amen. ആമേൻ. വിന്യാസൻ ആശീർവാദം പറയാമോ? ഇതാ ആശീർവാദം പറയാമോ? തിരുമേനി ഇല്ലല്ലോ, ഇല്ലയോ? തിരുമേനി ഇല്ലെന്ന് തോന്നുന്നു. പ്രാർത്ഥന. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും പുത്രതമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ സംബന്ധവും സുവാസവും ദൈവനാമയോടുകൂടിയും പ്രാർത്ഥിച്ച സ്വഭജന്റെ വിഷയങ്ങളോടും സംബന്ധിച്ച എല്ലാവരോടും ഭദ്രാസനത്തോടും തിരുമേനയോടും ഇന്നത്തെ പ്രധാന സന്ദേശം നിന്ന ബഹുമാനപ്പെട്ട ചെറുകനച്ഛനോട് അച്ഛൻ്റെ ശുശ്രൂഷയുടെ കുടുംബത്തോടും ദൈവമേ ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരോട് ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകണമേ. ഇന്ന് നമ്മുടെ ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാക്കിയ സർവശക്തനായ ദൈവത്തിന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നന്ദി പറയാം. അഭിവന്യ തിരുമേനി പ്രാർത്ഥനയോടും സാന്നിധ്യത്തോടും എപ്പോഴും ഈ പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ടായിരിക്കുന്ന തിരുമേനിക്ക് എല്ലാവരുടെയും നാമത്തിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. അടുത്തതായിട്ട് ഇന്ന് എബി എബ്രഹാം അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് വന്ന് ഈ പ്രാർത്ഥന ലീഡ് ചെയ്ത ബഹുമാനപ്പെട്ട വിനയ് എം കുരുവിള അച്ഛന് നന്ദി പ്രത്യേകമായി കൃതജ്ഞത അർപ്പിക്കുന്നു. അടുത്തായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായി ധ്യാനപ്രസംഗം നടത്തിയ മലങ്കര MMVSന്റെ വൈസ് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ഫിലിപ്പ് തരകനച്ചൻ ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തോടെ പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസം, ധൈര്യം എന്ന് പറയുമ്പോൾ, ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ആത്മവിശ്വാസം വളരെ പ്രധാനമാണത്. ദൈവ സ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും അടിയുറച്ച ആത്മവിശ്വാസം മാതാവിനുണ്ടായിരുന്ന ആ കണ്ണട നമുക്കും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള ഏറ്റവും ഹൃദയംഗമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവരെ എല്ലാവരെയും തന്നെ പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഷീന മർത്തമറിയം സമാജത്തിൻ്റെ ഭാരവാഹികൾ എബിയച്ചന് ആബ്സൻസിലും എബിയച്ചന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രാർത്ഥനയിൽ ബൈബിൾ വായിച്ചും പാട്ടുപാടിയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയും ഈ പ്രാർത്ഥനയെ മനോഹരം അനുഗ്രഹപ്രദമാക്കിയ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു. ഇതിന് ആത്മാർത്ഥമായി വന്ന് സംബന്ധിച്ച ഓരോ അംഗങ്ങൾക്കും 2009 മുതൽ ഉള്ള ഓരോ ഭാരവാഹിക്കും ഓരോ അംഗങ്ങളല്ലാതെയും നേരത്തെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട തിരുമേനി അച്ഛനൊക്കെ പറഞ്ഞ പോലെ സഹോദരന്മാർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അർപ്പിക്കുന്നു. ദൈവം അനുവദിച്ച് അടുത്ത ആഴ്ചയിൽ നമ്മൾ കൂടി വരുവോളം ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ എല്ലാവരും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൃത്യം അവസാനിപ്പിക്കുന്നു. താങ്ക് യു.